1977 അല്ല, അത് ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിസ അയച്ചു തന്നതാണ്. അവിടുന്ന് ഈ സ്പോൺസറായിട്ട് ഉള്ള റിലയൻസ് അവരുടെ ത്രൂ ആയിട്ടാണ് ഫ്രം ബോംബെ. ഒമാൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നല്ലൊരു ഭാഗവാക്കായി നിന്ന് കാണാനുള്ള ഒരു കാഴ്ചക്കാരനായി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രൊഫഷനിലും തീർച്ചയായും നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ മോഡലിൻ്റെ മറ്റു മോഡലാണല്ലോ ഞങ്ങൾ പൊതുവെ. അപ്പോൾ ആ മോഡലിൻ്റെ ചേഞ്ചസ് ആണ് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഒരു വസ്ത്രധാരണ രീതിയിലേക്ക് ഇവർ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളത് ഒഴിവാക്കാതെ തന്നെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ. അതായത് എനിക്ക് ഏറ്റവും പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുന്നത് ഇവിടെ ഞാൻ വന്ന കാലഘട്ടത്തിൽ ഒരു 7-8 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ രാജ്യം ഉറങ്ങുന്നൊരു രീതിയിലായിരുന്നു. ഇന്ന് അത് 1 മണിയും 2 മണിയും 3 മണിയും രാത്രി മുഴുവൻ ഉറങ്ങുന്നിരിക്കുന്ന ഒരു രീതിയിലേക്ക്. അതെ തന്നെ പറഞ്ഞത്. കാരണം ഒരു മത്രായിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ 7 മണി കഴിഞ്ഞാൽ മിക്ക ഷോപ്പുകളും അടയ്ക്കുമായിരുന്നു. അന്ന് ഷോപ്പുകളുടെ എല്ലാം അത് റൺ ചെയ്തിരുന്നത് തന്നെ നേരിട്ട് റൺ ചെയ്തിരുന്ന ഒമാനിലെ സാറ്റലൈറ്റ്. ഇന്നത് മാറി കാലക്രമേണ ആ കാലഘട്ടത്തിൽ തുടങ്ങിയെങ്കിലും ഇന്ന് പൂർണ്ണമായും വിദേശികൾ റൺ ചെയ്യുകയും ഒമാനി സ്പോൺസർഷിപ്പിൽ വിദേശികൾ റൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതോടുകൂടിയാണ് ഈ കൂടുതൽ സമയം കട ഒപ്പായി. അതായത് ആസൂത്രിതമായ ഒരു വികസന നയം മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യമായിട്ടാണ് വരുന്നത്. കാരണം ഒരു ഫിനാൻഷ്യലായിട്ട് ഒരു സ്രോതസ്, നമ്മൾ പറയുന്ന പെട്രോൾ സ്രോതസ് വളരെ കുറവുണ്ടാകുന്ന രാജ്യമായിട്ട് പോലും ആ ഉള്ള സ്രോതസ്സിനെ വളരെ കൃത്യമായി വിനിയോഗിക്കുന്നത് വിജയിച്ചിട്ടുണ്ട്. അതാണ് ആസൂത്രിതം. ഏതാണ്ട് 3 തലമുറയോളം ഞാനിപ്പം കൈകാര്യം ചെയ്തു. ഇന്റീരിയറിൽ നിന്നും എൻ്റെ അടുത്ത്, കാരണം ഒമാൻ്റെ ഏറ്റവും ഒരു ട്രഡീഷണൽ ഒരു കീപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് മത്രാസ് സൂക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ടൈലറിംഗ് ഷോപ്പ് ആയിട്ടുള്ള ആ ഒരു തൊഴിലായതിൻ്റെ പേരിൽ ഇതിനു വേണ്ടി ഇന്ത്യയിൽ നിന്ന് വരെ വരുന്ന ഒരു ശീലം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് പെരുന്നാൾ സമയത്ത് ഇവിടുത്തെ തിക്കും തിരക്കും അത് കാരണമാണ്. അല്ല, അന്നത്തെ കാറ്റഗറീസ് മാറ്റമുണ്ട്. ഇന്ന് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ ആവശ്യമുള്ളത്. എങ്കിൽ അക്കാലത്ത് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ലേബേഴ്സാണ് കൂടുതൽ കടന്നു വന്നത്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടല്ല നമ്മൾ അതിനെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് നമ്മൾ അതിനെ വിഭാവനം ചെയ്തത്. സമൂഹത്തിൽ ഇടപെടുക, സമൂഹത്തിൽ നമ്മൾ സഹജീവികളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുക, അതിന് പരിഹാരം കാണുക. ആ വിഷയങ്ങൾ അധികാരികളുടെ, നമ്മുടെ നാട്ടിലെ അധികാരികളുടെയും ഇവിടെ നമ്മുടെ എംബസി പോലുള്ള അതോറിറ്റിയുടെയും മുമ്പിൽ എത്തിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം നേടുന്ന ഒരു ശൈലിയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അതല്ലാതെ മറ്റുള്ള ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഇതിലേക്ക് ഞാനത് എൻ്റെ ബോംബെ ജീവിതത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടെ ഞാൻ കൂടുതൽ അടുക്കുന്നതും ഇതിലേക്ക് അടുപ്പിക്കുന്നതിൽ എൻ്റെ പിതാവിനും ചെറിയൊരു പങ്കുണ്ട്. കാരണം പിതാവും എൻ്റെ അടുത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഇദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെട്ടു. അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്ക് സാധിക്കാറ്. അത്രയേറെ ഞാനത് ആരാധിക്കുന്ന ഒരു സംഗീതമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഗോപദൻ്റെ പാട്ടിൻ്റെ മെമ്മറി പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ അത് വന്നൊരു പാട്ട്, അതാണ് ചുറ്റുവട്ടം. 37 വർഷം കഴിയുമ്പോൾ സാവൻ എന്ത് തോന്നുന്നു? സംതൃപ്തി, ഹാപ്പി.